ഫുഡ് ടെക്നോളജി ഹൗസ് ബിൽഡിംഗ് ഇൻ ജർമ്മനി 3 വർഷമാണ്. +2 കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. B1 ലാംഗ്വേജ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, പക്ഷേ B2 ലാംഗ്വേജ് ഉള്ളതാണ് എന്തുകൊണ്ടും നല്ലത്. കെമിസ്ട്രി, മാത്സ് ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്ട്സ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ B2 ലെവൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ലെവൻസ്മിത്തൽ ടെക്നിക്, എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഫുഡ് ടെക്നോളജി ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ. ഇതിന് പുറമെ പൊളിറ്റിക്സ്, റിലീജിയൻ, സ്പോർട്സ് ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. ഓരോ വർഷം €1000 മുകളിൽ തന്നെ സ്റ്റൈഫൻഡ് എക്സ്പെക്ട് ചെയ്യാം. ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം €2500 വരെ ബ്രൂട്ടോ എക്സ്പെക്ട് ചെയ്യാം. തിയറിയും പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസം തിയറിയും പിന്നെ പ്രാക്ടിക്കലായിരിക്കും ഉണ്ടായിരിക്കുക. പ്രാക്ടിക്കൽ ഒരു കമ്പനിയിലാണ് ചെയ്യുന്നത്, തിയറി ഒരു ഷോയിലാണ് ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ തിയറി ആയിരിക്കും, ബാക്കി 3 വീക്സ് പ്രാക്ടിക്കലായിരിക്കും. ഇതെല്ലാം ഓരോ കമ്പനിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജർമ്മനിയിൽ വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു ഹൗസ് ബിൽഡിംഗ് ആണ് ഫുഡ് ടെക്നോളജി ഹൗസ് ബിൽഡിംഗ്. അതുമാത്രമല്ല ട്രെയിനിങ് കഴിഞ്ഞാൽ അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യാൻ ഉള്ള ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിംഗിലൂടെ ലഭിക്കുന്നുണ്ട്. ഫുഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം, എങ്ങനെ കീപ്പ് ചെയ്യാം, എങ്ങനെ കൂൾ ചെയ്യാം, ഏത് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് തോന്നിയേക്കാം.